Ost. Nächster Halt, Frankfurt-Main, Flughafen. I remember when we were staring a photo. Don't forget the way you look me in the eyes. And I keep you in my heart. In my heart is where you are. I still think I'm dreaming in dreams bigger than me. Taking my time, giving to me. Paint my life into a masterpiece. Coloring it how I. Hello, welcome back to my channel. അപ്പോൾ ഐ ആം ടു എക്സൈറ്റഡ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ട്രാവൽ വ്ളോഗാണ്, ബാക്ക് ടു ഇന്ത്യ ട്രാവൽ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുവാണ് ഞാൻ. ഇപ്പം കഴിഞ്ഞ കൊല്ലം ഏപ്രിലാണ് ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. ഇവിടെ വരെ വന്നത് ഞാൻ പല ട്രെയിൻ കയറിയാണ്. അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ട്രെയിനൊക്കെ ലേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള കാരണം റിസ്ക് എടുക്കാനില്ല എന്ന് വെച്ചു. അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പം ആദ്യമേ കാൾസ്റൂവേ നിന്ന് മൈൻസിൽ നിന്ന് പിന്നെ റീജിയണൽ ബാൻഹോഫിലോട്ട് ട്രെയിൻ കയറി. പിന്നെ അവിടുന്ന് ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2 ഷട്ടിൽ ബസ്സുണ്ട് 7 മിനിറ്റ് കൂടുമ്പോൾ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു ഓൾറെഡി. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രാങ്ക്ഫർട്ട് ടു ദുബായ് ടു കൊച്ചി അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7 മണിക്കാണ് ചെക്കിങ് കൗണ്ടർ ഓപ്പൺ ആവുന്നത്. പക്ഷേ ഞാൻ നേരത്തെ 2 മണിക്കൂർ നേരത്തെ വന്നു. ചെക്കിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ടു എക്സൈറ്റഡ്. കാരണം നാട്ടിൽ പോകുന്നതിന് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ കാണാനായിട്ട് പ്രതീക്ഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. 11 മണിക്ക് കയറുന്ന ഫ്ലൈറ്റ് എമിറേറ്റ്സിൻ്റെ അബുദാബിയിൽ E9. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ വെയിറ്റിംഗ് ഏരിയ. ഈ കാണുന്ന മരമൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനലാണെന്ന് വിശ്വസിക്കരുത്. പിന്നെ ഇവിടെ കുറേ മനുഷ്യർ കിടന്ന് നോക്കുന്നുണ്ട്. പോയിട്ടായിട്ടും ഭയങ്കര പൂർണ്ണമല്ല. സോ നല്ല രസമാണ്. ഇതുണ്ടോ, ഇവിടെ ചാർജിങ് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണൊക്കെ കുത്തി ചാർജാക്കി. ഐ എം ടയേർഡ്, റിയലി ടയേർഡ്. എൻ്റെ പെട്ടി This is McDonald's. I think it's not open yet. Fully clean ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. I'm bored, really bored. ആക്ച്വലി പെട്ടിയൊന്നും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടില്ല, ബട്ട് ഐ വിൽ, കാരണം ഞാൻ അത്ര മടുത്തു. I'll show you guys around. Leave me, baby, don't wanna fall again. This just hurt me. Just think about it, but you hold me like you don't wanna break. I need some space. Just think about it. Maybe separate is better. I will love you till forever.
just hold me. Just think about it, but you hold me. Like you don't wanna break. I need some space. Just think about it. Maybe separate is better. I will love you till forever. Ride me, baby, when you need someone to cover you. Wherever, no one can make you know my answer. No one can make you know my answer. സോ അങ്ങനെ ലാസ്റ്റ് കൊച്ചിയിലെത്തി. ഇപ്പം ബാഗ് കളക്ട് ചെയ്തു. ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഹെയർ കളർ ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം കളറൊക്കെ വാങ്ങിച്ചു. ഒരു റെഡാണ്. ഇപ്പം ഡാർക്ക് കളറിലൊക്കെ ബ്ലാക്ക് ഹെയറിലൊക്കെ ഇതുപോലെ ഇരിക്കും. പക്ഷെ വെയിലടിക്കുമ്പോഴേ കാണത്തുള്ളൂ ഷെയ്ഡ്. ഇങ്ങനെ ജസ്റ്റ് വെയിലടിക്കുമ്പോൾ ഒരു റെഡ് ഷെയ്ഡ് തോന്നുന്ന പോലെ. അപ്പോൾ ഐ എം ഗോയിങ് ടു കളർ മൈ ഹെയർ. അപ്പോൾ ഇതാണ് കളറ്, ഒരു റെഡ് കളറ്. ഈ പെട്ടിക്കകത്ത് വരുന്ന 3 സാധനങ്ങളാണ്. ഇതൊന്നും എന്നാന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഇത് ഫുൾ മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ഹെയറിൽ വെച്ചിട്ട് കഴുകി കളയുമ്പോൾ കളർ വരുമെന്നാണ്. എനിക്കറിയത്തില്ല ഇത് ഭയങ്കര ഇൻറ്റൻസ് കളറായിരിക്കുമോ അതോ മൈൽഡ് ആയിരിക്കുമോ എന്നൊക്കെ എനിക്കറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയി. ഞാനിപ്പോൾ ജർമ്മനിയിലെത്തി. ഇപ്പോൾ സമ്മർ ആയത് കാരണം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെയർ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് വെയിൽ അടിക്കുമ്പോഴും ഒന്നും തോന്നത്തില്ലായിരിക്കും റെഡ് കളർ. ബട്ട് വെയിറ്റ്, ക്യാൻ യു ഗൈസ് സീ? ഒരു റെഡ് ഷെയ്ഡ് കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി ഹാർഷ് അല്ല, ബട്ട് ഇറ്റ് ലുക്സ് പ്രിറ്റി. 1 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരാൻ വേറെ ഒരു കാരണം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ആകപ്പാടെയുള്ള ചേച്ചിയുടെ ഒരു കല്യാണമായിരുന്നു. എന്താ പറയുക, ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അടുത്ത വീഡിയോയിൽ എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ഡേ, വെഡ്ഡിങ് ഡേ, തലേ ദിവസമൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. എൻ്റെ ഡ്രസ്സസൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത എൻ്റെ ഡ്രസ്സസ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.